സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നന്മയോളികളെ പറ്റിയൊരു സംസാരം. കൊച്ചി ഫുഡ് ബ്ലോഗറാണ്. ഒന്നല്ല, ഇതിലുള്ള ഭക്ഷണം ഒരെണ്ണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 100 റുപ്യ എടുക്കാം. ഭക്ഷണം കഴിച്ചോളൂ, അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ കഴിക്കും. മോശം നന്മയോളികൾ നന്മ ചെയ്യാണെന്ന് പബ്ലിക്കിനെ കാട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കിനെ എന്തിനാണ് ഇവർ കാണിക്കുന്നത്? ഇപ്പം കാണിച്ചോട്ടെ, ഇപ്പോൾ ഒരു വീട് വെച്ചിട്ട് അവർ കാണിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കുട്ടികളെ കല്യാണം കഴിപ്പിച്ചിട്ട് അവർ കാണിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ധനസഹായം അല്ലെങ്കിൽ ഒരു രോഗിക്ക് അവരെ സഹായം കൊടുത്തിട്ട് കാണിക്കട്ടെ. അപ്പം അത് മറ്റവർക്ക് പ്രചോദനമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ ഒരു നേരത്തിൽ ഭക്ഷണം കഴിക്കാൻ വകല്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് ഇവരെന്തായിട്ടാണ് ഒരു പ്ലേറ്റിൽ കുറച്ച് പൈസയും പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് ഇത് കഴിച്ചാൽ ഞങ്ങൾക്ക് 100 റുപ്യ, അത് കഴിച്ചാൽ ഞങ്ങൾക്ക് 200 റുപ്യ എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ വ്ളോഗർമാർ ഇറങ്ങിയിരിക്കുന്നു. നാളല്ല നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ പേജ് റീച്ച് ആവാനും അല്ലെങ്കിൽ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ടും മറ്റേ ആളുകളുടെ അല്ലെങ്കിൽ മറ്റേ പാവപ്പെട്ട ആളുകളുടെ അഭിമാനത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യരുത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരോട് നമ്മൾ പറയണം. ഇവർ എന്തെങ്കിലും കാണിച്ചിട്ട് നമ്മളെ ഇമോഷണലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങനെ വൈകാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അവരെ നമ്മളെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ മേടിക്കാനാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തണം. കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുപോലെ ചെയ്യട്ടെ. അല്ലാതെ ഇതുപോലത്തെ ചൂഷണങ്ങൾ ചെയ്യാതിരിക്കാന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ.